ആദ്യം തന്നെ ഇത്രയും എനർജി കൂടിയ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് എനർജി കുറഞ്ഞ പോലെ തോന്നുന്നത് എൻ്റെ മാക്സിമമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ട്സിനെയും ചേട്ടന്മാരെയും നേരിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ സ്റ്റക്കായി പോകില്ല. വലിയ സന്തോഷം. ഇത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആലോചിച്ചൊരു ഡ്രീമിൻ്റെ ഒരു തുടക്കമാണ്. ഞാനും എൻ്റെ കോച്ച് ബിജു ജോർജ് സാറും കുറേ വർഷങ്ങൾ മുമ്പ് ആലോചിക്കുമായിരുന്നു നമ്മൾ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് അക്കാഡമി തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഇവൻ്റാണ് ഇവിടെ തുടങ്ങുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിലായിരുന്നു പല തീരുമാനങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് റാഫിലേട്ടനും എൻ്റെ ഗ്രൂപ്പും ജീമോൻ ചേട്ടനും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വലുതായിട്ട് വലിയ വാഗ്ദാനങ്ങൾ തരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ആക്ഷൻസ് ആയിട്ട് കാണിക്കാനാണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ എങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ആക്ഷൻസിലൂടെ കാണിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത്രയും വലിയ ഇവൻറ്റിന് ഇവിടെ വന്നതിൽ വലിയ സന്തോഷം. എനിക്ക് മൈക്കിനെ കാട്ടിയും ഒരു ബാറ്റ് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ചാലക്കുടി എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഞ്ജു, പ്രവീൺ, ദിലീപേട്ടൻ, റാഫേലേട്ടൻ, എല്ലാവർക്കും മറ്റ് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ളൊരു ഇവൻ്റാണ്. സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. സഞ്ജുവിൻ്റെ ഒരു ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവാണ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ്. ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചാണ് നടക്കുന്നത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചിടത്തോളമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗിവിംഗ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹം വളരെ മിഷനോടെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. സഞ്ജുവിൻ്റെ ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം റാഫേലേട്ടൻ്റെ ഫിലിം സിറ്റി, CG പാർക്ക്, മറ്റ് ഇനിഷ്യേറ്റീവ്സ് എല്ലാത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി. ഇങ്ങനൊരു വേദി ഇവിടെ ലഭിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു. എല്ലാവരും സുഖമല്ലേ? ഇപ്പോൾ ഈ വെയിലപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്. എന്തായാലും പറയാം, ഒരു പ്രൊമോഷൻ അതും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ടൊവിയാണ്, ടൊവിനോ തോമസ് പ്രൊഡക്ഷൻ. അതുപോലെ അതിൻ്റെ കോ പ്രൊഡ്യൂസറാണ് റാഫേലേട്ടൻ. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് മരണമാസം. അപ്പോൾ ഒരു പുതിയൊരു ഡയറക്ടറാണ് ശിവപ്രസാദ് എന്ന് പറഞ്ഞ പുതിയൊരു സംവിധായകൻ്റെ സിനിമ കൂടിയാണ്. അപ്പോൾ അത് ഈ വരുന്ന ഏപ്രിലിൽ തിയേറ്ററുകളിലൊക്കെ ഞങ്ങളെല്ലാവരും പോയി കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നമസ്കാരം. നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ. ചാലക്കുടിയിൽ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും ഇപ്പോൾ കുറേ കാലമായി ഞാൻ ചാലക്കുടിയിലെ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് കുറച്ചായി. ചാലക്കുടിയിലെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് കലാഭവമണിയാണ്. പക്ഷേ ചാലക്കുടിയിൽ എന്ത് നടക്കുമ്പോഴും കലാഭവമണിയുടെ സാന്നിധ്യം ആ വേദിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. മണിയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത്, ഇതിലേക്ക് എന്നെ വിളിച്ചത് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് സഹോദരനായ റാഫേലേട്ടനാണ്.
റാഫേലേട്ടൻ ഞാൻ ഒരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി നടക്കണം. അപ്പോൾ ഞാൻ റാഫേലേട്ടനെ വിളിച്ചു വെച്ചു, റാഫേലേട്ട ഇവിടെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? അപ്പോൾ പറഞ്ഞില്ല, അത് CG പാർക്കാണ് വരുന്നത്, ഗ്രാഫിക്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഫിലിം സിറ്റി വരാൻ പോകുന്നു, റാഫേൽ ഫിലിം സിറ്റി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, റാഫേലേട്ട നിങ്ങൾ ഇതിനകത്ത് എന്ത് സാധനം ഉണ്ടാക്കിയാലും കാണിക്കാൻ നമ്മൾ വേണം, അപ്പം ആ സ്നേഹം നമ്മളോട് കാണിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് റാഫേലേട്ടൻ ചെയ്യാത്ത പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മാതിരി കാര്യങ്ങൾ റാഫേലേട്ടനുണ്ട്. ഒരുപാട് സിനിമകളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സിനിമ നിർമ്മിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ ഏറ്റവും വലിയ ഒരു സംഭവം, അതിന് നമ്മളെല്ലാവരും സാക്ഷികളായി. അത് നമ്മളെല്ലാം പ്രിയപ്പെട്ട, നമ്മളെല്ലാം സ്നേഹിക്കുന്ന, നമ്മുടെ റിയൽ ഹീറോസ് എന്ന് പറയുന്നത് സ്പോർട്സിലുള്ള ക്രിക്കറ്റ്, അതുപോലെ ഫുട്ബോൾ താരങ്ങൾ തന്നെയാണ്. അതിൽ സഞ്ജു സാംസണുമായി ചേർന്ന് ഒരുക്കുന്ന ക്രിക്കറ്റ് അക്കാദമി ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണത്. നമ്മുടെ ചെറുപ്പക്കാർക്ക്, വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള എല്ലാത്തിനും കഴിവ് തെളിയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വലിയൊരു വാതിൽ തുറന്നു കൊടുക്കുന്നത് തന്നെയാണ് റേസ്. റാഫേലേട്ടനും സഞ്ജുവിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഞാൻ ഇതുവരെ കാണാത്ത വലിയൊരു കൂട്ടായ്മ, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി, വലിയൊരു കൂട്ടായ്മയാണത്. കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയുടെ ശക്തി. ഇവിടെ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം ഈ നാളെ ട്രോളായി വന്ന് എൻ്റെ അറിയാലോ. അപ്പം അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകൾ നേരുന്നു. റാഫേലേട്ടനും സഞ്ജുവിനും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായ ടൊവിനോ, ബേസിൽ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചാലക്കുടിക്കാർക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാർ, മറ്റു പ്രിയപ്പെട്ടവർ, റാഫേലേട്ടനോട് എനിക്ക് ഒരുപാട് വർഷത്തിന് പരിചയമുണ്ട്. ഞാൻ ആമി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആ സിനിമയുടെ പ്രൊഡ്യൂസർ റാഫേലേട്ടനാണ്. അന്ന് മുതലുള്ള ഒരു പരിചയം, സൗഹൃദമൊക്കെ ഞങ്ങളെനിക്ക് കാണാറുണ്ട്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ പലതവണ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനും റാഫേലേട്ടനും. ഇത് മരണമാസം എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ സഹ പ്രൊഡ്യൂസർമാരും കൂടെയാണ്. അതുപോലെ ഇപ്പോൾ റാഫേലേട്ടൻ്റെ ഫിലിം സിറ്റി ഇവിടെ ചാലക്കുടിയിൽ തുറന്നത് എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം സിറ്റി ഇവിടെ റാഫേലേട്ടൻ തുറന്നത് എന്നുള്ള വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന് എല്ലാവിധ ആശംസകളും. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സിനിമയുടെ ഡബിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വന്നു പാകത്തിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് റാഫേലേട്ട ഒരുപാട് നന്ദി. അതോടൊപ്പം പ്രിയപ്പെട്ട സഞ്ജുവിൻ്റെ റേസ് റാഫേൽ അക്കാദമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ്, അതിനും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേടുകയാണ്. ഞാൻ ബേസിനോടൊക്കെ പറയും, നമുക്ക് ആൾക്കാരിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റാറാണ്, അത് പരമാവധി ഒരുങ്ങണം, ഏറ്റവും വലിയ നിലനിർത്തണം, അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ അത് പറയാനുള്ളത് എന്ന് പറയും. ആ ക്രിക്കറ്റ് താരം, ആ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മറ്റ് ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ റേസ്. അതും എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇവിടെ കുഞ്ഞുപേട്ടനുണ്ട്, ബേസിലുണ്ടായിരുന്നു, സഞ്ജുണ്ടായിരുന്നു, റാഫേലേട്ടനുണ്ടായിരുന്നു. അതൊന്നും എല്ലാവരുടെയും ഒപ്പം ജോലി നൽകാൻ സാധിച്ചതാണ് സന്തോഷം. നിങ്ങളുടെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതാണ് സന്തോഷം. അപ്പോൾ റാഫേലേട്ടൻ്റെ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഒപ്പം ചുറ്റുമായി ചേർന്ന് റാഫേലേട്ടൻ ചെയ്യുന്ന സിനിമയ്ക്കും എൻ്റെ എല്ലാവരുടെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.